ഈ അവസ്ഥയിൽ എങ്ങനെയാ അമ്മേനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ പോകുന്നേ? ഞങ്ങൾ ഈ പോക്ക് വേണ്ടാന്ന് വെച്ചേക്കുക. മോളെ അതൊന്നും സാരമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാ. അമ്മയുടെ കാര്യത്തിന് എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അതിന് മാത്രം ഒന്നും പറ്റിയൊന്നും ഇല്ലല്ലോ. അല്ലമ്മേ, അതെങ്ങനെ ശരിയാവുന്നേ? അമ്മ ഇത്രയും കാലൊക്കെ വയ്യാതെ കിടക്കുന്ന സമയത്ത് ചേച്ചിക്ക് ചേട്ടന് എങ്ങനെ പോവാൻ മനസ്സ് വരും? ഇനിയിപ്പോ പോയാൽ തന്നെ ഈ നാട്ടുകാരൊക്കെ എന്ത് പറയാന്നറിയോ? അതും ട്രിപ്പിന് പോയിന്ന് പറയും. അമ്മയ്ക്ക് വയ്യാണ്ട് കാലുളുക്കി കിടക്കുമ്പോ ആരെങ്കിലും ട്രിപ്പിന് പോവോ? വെറും ട്രിപ്പിനാണ് പോണ്. ഹണിമൂൺ ട്രിപ്പിനൊക്കെ പോയി പറഞ്ഞാ മോശങ്ങേടല്ലേ അമ്മേ? അല്ലമ്മ, ശരിയാവില്ല. ഞങ്ങള് വേറൊരു ദിവസം പൊക്കോളാം. ആരാണ് ഈ നാട്ടുകാര്? നാട്ടുകാരാണ് എനിക്ക് ചെലവിനായിരുന്നേ. അവരാണ് എന്റെ കാര്യങ്ങൾ നോക്കണേ, അല്ലല്ലോ. അവര് പോയിട്ട് വരും. നീ അതിനകത്ത് കൂടുതൽ അഭിപ്രായം ഒന്നും പറയണ്ട അമ്മ. എന്നാലും പിന്നെ അച്ഛനും ഇവളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ കൂടെ നോക്കിക്കോളൂ അമ്മേനെ. അല്ല, എനിക്ക് കോളേജിൽ പോകണം, എനിക്ക് എക്സാം ആയി, എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട്. പിന്നെ നിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാ നീ കോളേജിൽ പോയി പഠിച്ചിപ്പോ IPS ആവുന്നുള്ള രീതിയിലാണ്. ഇവിടെ നിന്ന് പൈസ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പോണതൊക്കെ കൊണ്ടുവന്ന് ആ ക്യാൻറ്റീനിൽ പോയി നേർച്ചെടുന്ന കാര്യമൊക്കെ എനിക്കറിയാം കേട്ടോ. കൂടുതൽ ഡയലോഗൊന്നും എന്റെ പൊന്നുമോൾ അടിക്കണ്ട. നീ 2-3 ദിവസം കോളേജിൽ പോകുന്നില്ല, നീ ഇവിടെ ഇരുന്ന് എന്നെ നോക്കും, ഇവിടുത്തെ വീട്ടിലെ സകല പണിയും ചെയ്യും. കൂടുതലൊന്നും പറയണ്ട അനു. നീ ശരത്തിനെ വിളിച്ചിട്ട് ഇറങ്ങാൻ നോക്കിക്കേ, ഫ്ലൈറ്റിന്റെ സമയമായി. ഹാപ്പിയായിട്ട് പോയിട്ട് വാ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളന്ന് പോയിട്ട് വരാം. അമ്മ ശ്രദ്ധിക്കണേ. ഞാൻ വിചാരിച്ചു. ചേച്ചി, കല്യാണക്കാരൊക്കെ അമ്മ പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? അമ്മ പറഞ്ഞ് ഞാൻ എല്ലാ കാര്യം അറിയുന്നുണ്ട്. നീ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാന് അമ്മ എല്ലാം പറഞ്ഞ് ചേച്ചി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാനത് പറയാനും കൂടെ ഇവിടെ എങ്ങോട്ട് വന്നേ. പിന്നെ അരുണിന്റെ വീട്ടുകാര് പറയണതെന്ന് പറഞ്ഞാ ചേച്ചി ഇവിടെ കല്യാണം കഴിഞ്ഞു വന്നപ്പോ 50 പവനും കൊണ്ടല്ലേ വന്നേ. അപ്പോ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴും അത്രയും തന്നെ ഏറ്റവും കുറഞ്ഞത് വേണം എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളേ? ഇത് അച്ഛനും അമ്മയും ശരത്തേട്ടനും ഒക്കെ കൂടി എടുക്കേണ്ട തീരുമാനമല്ലേ. അപ്പോ ഞാൻ എന്റെ അഭിപ്രായം പറയാനോ? അല്ല, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. അതായത് അച്ഛനും അമ്മയുടെ കൂടി ഒരു 35 പവനെങ്ങാണ്ട് എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഒരു 15 പവനൂടെ കൂട്ടി ഒരു 50 പവനെ ആക്കാനായിട്ട് ചേച്ചി വിചാരിച്ചതിനെ പറ്റൂലോ. അതിനിപ്പോ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാനിപ്പോ എങ്ങനെ നിന്നെ സഹായിക്കാൻ പറ്റുന്നേ? ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാ ചേച്ചിക്ക് മനസ്സിലായി കാണുമല്ലോ. ചേച്ചിയുടെ കയ്യിലുള്ള ഒരു 15 പവനൂടെ എനിക്ക് തരുവാണെന്നുണ്ടെങ്കിൽ 50 പവനായിട്ട് അങ്ങ് കീറിച്ചല്ല. പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഡ്രസ്സും കോസ്മെറ്റിക്സും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ എത്ര സിമ്പിൾ ആയിട്ട് നീ എന്റെ അടുത്ത് ചോദിക്കുന്നത് 15 പവൻ തന്നാ മതിയെന്ന്. അതിനെ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതുവരെ കേട്ട് നിന്നിട്ടുണ്ട്. ഒന്നിനെ ഞാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അത് നീ എന്റെ അനീതിയാന്നുള്ള ഒരു പൂർണ്ണ ബോധം എനിക്ക് ഉള്ളത് കൊണ്ടിട്ടാണ്. പിന്നെ ഈ ഒരു കാര്യത്തില് പക്ഷെ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ അച്ഛനും അമ്മയും ഒരു ആയുസ്സുകാലം മുഴുവൻ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്നതാണ് ആ 50 പവൻ എന്ന് പറയുന്നത്. ഞാൻ ആ ഗോൾഡ് ഇടുന്ന ഒരാളൊന്നുമില്ല. പക്ഷെ അതൊരു അസറ്റായിട്ട് എന്റെ കയ്യിലുണ്ടാവും. എനിക്ക് ശരതനൊക്കെ ഭാവിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഗോൾഡ് ഞാൻ ഇതിന് നിനക്ക് തരണം. നിർത്ത് എങ്കടെ പറഞ്ഞു കയറുന്നേ. നീ ഇവിടെ 50 പവനായിട്ട് വന്നിട്ട് കേട്ടല്ലോ. എന്റെ ശരത്തേട്ടന്റെ ഗോൾഡ് ആണ് അത്. ശരത്തേട്ടന്റെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഗോൾഡ് ആണ്. അത് സത്യം പറഞ്ഞാൽ നിന്റെ അടുത്ത് ചോദിച്ചെടുക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് നിന്നെ കണ്ടപ്പോ മുതൽ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് കല്യാണം വന്നില്ലേ? ശരത്തേട്ടന്റെ ഒരേ ഒരു നിർബന്ധത്തിലാണ് ഈ കല്യാണം നടന്നത്. എനിക്ക് നിന്നോട് തീരെ താല്പര്യമില്ല. പിന്നെ ഇവരെല്ലാവരും തലയിൽ പൊക്കി പിടിച്ചിട്ട് നടക്കുന്നത്. അച്ഛനും അമ്മേനെ ശരത്തേനെ ഒക്കെ നിനക്ക് ചാക്കിലാക്കാൻ പറ്റും. പഠിച്ചു ഭയങ്കര കളക്ടർ ആവാൻ പോവാണല്ലോ. ഗവൺമെന്റ് സർവീസ് കയറിയിട്ട് ഇവിടെ മൊത്തത്തിൽ നീ വലിയ ആളാവാൻ നടക്കുകയല്ലോ. നിന്റെ നമ്പർ ഒന്നും എന്റെ അടുത്ത് നടക്കൂല. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാ മതി. അല്ലെങ്കിൽ വേണ്ട, ശരിയാവില്ല. നീ ഇപ്പൊ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. എന്റെ ഭാവി ജീവിതം സേഫ് ആക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ കാര്യമുള്ളൂ. ഞാൻ കല്യാണം കഴിച്ച് പോകുന്ന സ്ഥലത്ത് എനിക്ക് 50 പവൻ തന്നെ കൊടുക്കണം. അതിന് നീ സമ്മതിച്ചില്ലെങ്കിൽ നീ പിന്നെ ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. നീ ഇപ്പൊ ഇറങ്ങിക്കോ. എടുത്തോ എല്ലാ സാധനങ്ങളും എടുത്തോ. നിന്റെ എല്ലാ കെട്ടും കിടക്കൊക്കെ ആയിട്ട് ഇപ്പൊ ഇറങ്ങിക്കോ. നിന്റെ അടുത്ത് സൂക്ഷിച്ച് സംസാരിക്കണം. ഇത്രയും നേരം ഞാൻ വളരെ മര്യാദപൂർവ്വമാണ് നിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്റെ ചേട്ടനെ നിന്നേക്കാളും നല്ല പെണ്ണിനെ കിട്ടും. അതിനെ എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് ബഹളം? കുറെ നേരമല്ലോ രണ്ടുപേരോട് തുടങ്ങിയിട്ട്. ഇവളെ വെക്കുമ്പോ തലേ കയറ്റി വെച്ചേക്കുമല്ലേ? മരുമക്കളെ ആയി കഴിഞ്ഞാൽ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണം. അമ്മായിമ്മമാരായ അടുക്കള വിട്ട് പെണ്ണുങ്ങളെ പുറത്തിറങ്ങാനും സമ്മതിക്കരുത്. അങ്ങനെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന്റെ അടിപേര് തന്നെ അവൾ ഇളക്കും. ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നിട്ട് അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല എന്ന്. അതിനും മാത്രം നമ്മുടെ കുടുംബത്തിൽ എന്താണ് പ്രശ്നം? അമ്മേ വേണ്ട, നീ ഒന്നും പണയണ്ട, ഞാൻ പറഞ്ഞോളാം. അമ്മേ
നമ്മുടെ അരുണിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ 50 പവൻ കൊണ്ട് പോകണമെന്ന് എന്റെ ഒരു ആഗ്രഹമാണ്. എന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മള് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നല്ലല്ലോ, നമ്മൾ ഇത്രയും സാമ്പത്തിക സ്ഥിതിക്കുള്ള ആൾക്കാരാണല്ലോ. കുറച്ച് ഗോൾഡ് ഒക്കെ കൂടുതൽ കൊടുക്കണമെങ്കിൽ ഞാൻ ഇവളുടെ അടുത്ത് കുറച്ച് ഗോൾഡ് വരാൻ പറഞ്ഞു. എന്റെ അമ്മേ, ഇവളുടെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ആരുടെ ഗോൾഡാ? നമ്മുടെ ശരത്തേട്ടന്റെ ഗോൾഡ്. ശരത്തേട്ടന്റെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഗോൾഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കും അതിനകത്ത് അവകാശമില്ലേ? ഞാനപ്പോ ഈ ഗോൾഡ് വെച്ചപ്പോ ഇവള് പറയാണ് ഇവക്ക് തരാൻ പറ്റില്ല എന്ന്. ചോദിക്കാമേ തരാൻ പറ്റില്ല എന്നവള് പറഞ്ഞു. ചോദിക്കാമേ, നീ എന്തേ സംസാരിച്ചു വരുന്നേ? എനിക്കത് മനസ്സിലാവുന്നില്ല. അവളുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അവൾക്ക് കൊടുത്തേക്കുന്നതാണ് അവളുടെ കയ്യിലിരിക്കുന്ന ഗോൾഡ്. അതെങ്ങനെ നിന്റെ ആവും? അതിനകത്ത് നിനക്കോ എനിക്കോ ശരത്തിന് പോലും അവകാശമില്ല. മനസ്സിലായോ? ഞാനും അച്ഛനോടെയും കൂടി കഷ്ടപ്പെട്ട് നിനക്ക് 10-35 പവൻ തരുന്നില്ലേ? നിനക്ക് അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാൻ പറ്റൂലേ? 35 പവൻ. രണ്ടുപേരുടെ കൂടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 50 പവൻ തികച്ചു തന്നില്ലെങ്കിൽ ഈ കല്യാണം ഞാൻ നടക്കില്ല, ഞാൻ നടത്താൻ സമ്മതിക്കില്ല. പിന്നെ ഈ കെട്ടിച്ചെന്ന വീട്ടില് അടിമയായിട്ടും ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ പൊന്നുമോളെ, ഈ 35 പവൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനും നിന്റെ അച്ഛനോടും കൂടി ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ അച്ഛനും അമ്മയും പെൺമക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരുപാട് ദണ്ണത്തോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അറിയാമോ നിനക്ക്? നിനക്കിത് എന്തെങ്കിലും അറിയേണ്ട കാര്യമുണ്ടോ? 30 പവൻ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അത്രയായിട്ട് എങ്ങനെ വിടണ്ടെന്ന് വിചാരിച്ച് 5 പവൻ ഇവളാണ് നിന്റെ കയ്യിലേക്ക് എടുത്തു തന്നത്. അതുപോലും നീ എന്താ മനസ്സിലാക്കാത്തത്? കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി പെരുമാറ്. ആദർശം ആഡംബരമൊക്കെ കൈവച്ചു മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരില് ഓരോ പെണ്ണുങ്ങളും ഓരോ കുടുംബത്തിൽ ചെന്നിട്ട് അവിടെ കൊലപാതകവും പ്രശ്നങ്ങളും നടക്കുന്നത് ഓരോ ദിവസം ടി വിയിൽ വായിച്ചാ മുന്നോട്ട് പോകുന്നത്. ആ ഗതിയൊന്നും നിനക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്? നിന്റെയൊക്കെ സ്വഭാവത്തിനാണെന്നുണ്ടെങ്കിലോ 2 ദിവസം നീ അവിടെ തികക്കില്ല കേട്ടോ. ഈ സ്വഭാവം വെച്ചുകൊണ്ട് നീ നിന്റെ വീട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാ 2 ദിവസം കഴിയുമ്പോ അവര് തിരിച്ചു കൊണ്ടുവന്ന് വിടും. അമ്മ എങ്ങനെ പറയാതിരിക്കും മോളെ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ മുതൽ ഇവള് തുടങ്ങിയതാണ്. എന്താണ് ഇവളുടെ പ്രശ്നം? എല്ലാവർക്കും ഏട്ടന്മാരുണ്ട്, അനീതിമാരും കല്യാണം കഴിഞ്ഞ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണം. ഒരാള് വന്ന് കയറിയെന്ന് പറഞ്ഞ് ആർക്കും ആരോടുള്ള സ്നേഹമൊന്നും പോവാനൊന്നും പോകുന്നില്ല. നിങ്ങൾ കൂടപ്പിറപ്പല്ലേ? അതെന്താ മനസ്സിലാക്കാത്തെ? ഇവളായതുകൊണ്ടല്ലേ എല്ലാം ക്ഷമിച്ച് സഹിച്ചിങ്ങനെ നിൽക്കുന്നേ. ഞാനെങ്ങാനോടത്തേക്ക് പൊണ്ടേക്ക് നിന്റെ ചെവിക്കുട്ടി അടിച്ചു പൊടിച്ചേനെ. ഈ കല്യാണം ഞങ്ങൾ എങ്ങനെയും ഒന്ന് നടത്തിക്കോട്ടെ. ദയവ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും വരരുത്. പിന്നെ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. എനിക്ക് അനിത്യമാരൊന്നുമില്ല. ഞാൻ ഇവിടെ വന്നപ്പോ അതില് നിന്നെ എന്റെ സ്വന്തം നിധിയായിട്ടെന്നെ കണ്ടേക്കുന്നത്. അതിനകത്ത് ഇനി ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല. നീ എൻ്റെ അടുത്ത് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തമാശ മട്ടിലേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് നിന്നായിട്ട് സത്യം പറഞ്ഞ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ല. നല്ല രീതിയിൽ കല്യാണമൊക്കെ ഒന്ന് നടന്നു പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. നീ എന്നെ അങ്ങനെ ശത്രുവായിട്ടൊന്നും കാണണ്ട. നീ എപ്പോഴും പറയാറില്ലേ 4 മാസത്തിന്റെ വ്യത്യാസമുള്ളൂ എന്ന്. ചേച്ചിയായിട്ടൊന്നും കാണണ്ട. ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടൂടെ? ഇത് കണ്ടോ, എന്ത് രസമല്ലേ അവളെ കല്യാണ വർഷത്തിൽ കാണാനായിട്ട്. നോക്കട്ടെ. നന്നായിട്ടുണ്ട്. നല്ല ചേർച്ചയാ രണ്ടുപേരും. ആതിരയുടെ ഉള്ളപ്പോ കാര്യം അമ്മയായിട്ട് എപ്പോഴും അടിയും ഉടക്കൊക്കെ ആണെങ്കിലും ഈ പെൺമക്കളെ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോഴാ അമ്മമാർക്ക് ഭയങ്കര ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നത്. അവിടെ ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും എന്തോ. പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എന്റെ അമ്മേ, അവളൊരു കുഴപ്പമുണ്ടാക്കില്ല. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വന്നിട്ടുണ്ടല്ലോ ഈ സമയത്ത് ഞാൻ പോയി നോക്കാം. അതാ ഹരിതകർമ്മസേനക്കാരായിരിക്കേ. അവര് ആ പ്ലാസ്റ്റിക് അവിടെ ഇരിപ്പുണ്ട്. ആ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കൊടുത്തേരെ. എന്റെ പൊന്നെ, ഈ മരണം വീണ്ടും വന്നു. അമ്മേ അമ്മേ ഒന്ന് വന്നേ. എന്താടി അമ്മേ, ഒന്നിങ്ങ് വാ. നീ എന്താ പെട്ടെന്നൊക്കെ? അരുൺ വന്നില്ലേ? അരുണൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇനി ആ വൃത്തികെട്ട വീട്ടിലോട്ട് പോവില്ല. ഒരു പോരട്ട തൊള്ളയും അതിനൊത്താശ പിടിക്കണ ഒരു വൃത്തികെട്ട നാത്തൂനും. ഇത്രയും വൃത്തികെട്ട ഒരു ഫാമിലി ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെയാടി പറയുന്നേ? നമുക്കതേ സമാധാനപ്പെടേ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. എന്റെ ദൈവമേ, ഇവിടെ ഞങ്ങളായിട്ട് മൂപ്പിക്കണ പോലെ അവിടെ വല്ല വീട്ടിലും ചെന്ന് കയറി കഴിഞ്ഞാൽ അവര് നോക്കിയിരിക്കുന്നതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ. എന്റെ പൊന്നു മോളല്ലേ. അമ്മ അച്ഛനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. മോളിപ്പോ ചെല്ല്. അമ്മ അച്ഛനും ഒക്കെ എന്തിനാണ് അവരുടെ പോയി കാല് പിടിക്കുന്നേ?
ഒരാവശ്യമില്ല. ഇതിന് ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനിനി ഡിവോഴ്സ് കൊടുക്കാൻ പോവാ. നമുക്ക് ഈ ബന്ധമൊന്നും ശരിയാവത്തൊന്നുമില്ല. എന്റെ അമ്മ, ആ പരട്ട തള്ളേനെ പിന്നെ സഹിക്കാം. അവിടെ ഒരുത്തിണ്ട്, ഒരു നാത്തും പിശാശ്. ഞാൻ ആ വീട്ടിൽ വലിഞ്ഞു കയറി ചെന്നാന്നല്ലേ അവളുടെ വിചാരം. എന്നെ കെട്ടിക്കൊണ്ടു വന്നല്ലേ, ഇത്ര സ്വർണം കൊടുത്ത അവിടേക്ക് പോയതല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു ബഹുമാനം എന്റെ അടുത്തുണ്ടോ? ഏത് നേരത്തും ഫുൾ ടൈം ആ അരുണിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. ഒരു പ്രൈവസി മനുഷ്യനില്ല. ബെഡ്റൂമിൽ പോലും പ്രൈവസി ഇല്ലാത്ത അവസ്ഥ. ഞാൻ പോലും ഇനി അങ്ങോട്ട്. അതിരാ, ഈ അവസ്ഥയിൽ ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, ഈ കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാ. കൊടുത്ത കൊല്ലത്തും കിട്ടും.